റെഡ് അലർട്ടാണ് ഗൈസ്, കാലത്തൊട്ടേ മഴ. പക്ഷെ അധികമൊന്നും ഇല്ല കേട്ടാ, ഒരു യെല്ലോ അലർട്ട് കൊടുത്താൽ മതിയായിരുന്നു. മഴ പെയ്താ അറിയാല, തവള മാളത്തിൽ നിന്ന് ഇറങ്ങണ പോലെ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും. വന്ന് നോക്കിയത് ഇതേ ഒരു ടാങ്കിൽ നമ്മുടെ ആൽബിനോ റെഡ് ടോപ്പ് എല്ലാം മയ്യത്തായി കിടക്കണ്. ഇവര് മയ്യത്തായി കഴിഞ്ഞാൽ വേറെ നിവർത്തിയൊന്നുമില്ല. നമ്മുടെ അരാപ്പയ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം, അത്രയേ ഉള്ളൂ. വന്ന് നിൽക്കണാണ്ടില്ലേ, വലുതെന്തേലും താടത്തെണ്ടി എന്നാണ് അവൻ പറഞ്ഞിട്ട് പോയത്. അവിടെ നിന്ന് നേരെ നമ്മുടെ ജിണ്ടാപ്പിനെ എടുത്ത് നമ്മുടെ പുറത്തേക്ക് ആയിട്ട് വിട്ടാ. മഴയൊക്കെ അല്ലേ, ഒരു പാമ്പിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ അത് നികത്താനായിട്ട് നമ്മൾ അവനെ എടുത്ത് പുറത്തേക്ക് ഇട്ടത്. പക്ഷെ അബദ്ധം കിട്ടാ, മൂപ്പരാളെ പിടിച്ചിട്ടും ഒരു രക്ഷയില്ല. എങ്ങനെ നോക്കിയാലും കിട്ടില്ല. അതാണ് അവന്റെ പ്രത്യേകത. ലാസ്റ്റ് ഞാൻ ആ പൈപ്പിന്റെ ഉള്ളിൽ തന്നെ അവനെ കയറ്റിട്ട് ആ പൈപ്പ് കൂടെ എടുത്തിട്ട് നമ്മുടെ ടാങ്കിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. കാലത്തൊട്ട് മഴ ആയതുകൊണ്ടും വെയിലൊന്നും ഉദിക്കാത്തത് കൊണ്ടും നമ്മുടെ ആമ്പൽപ്പൂക്കളൊന്നും വിരിഞ്ഞുണ്ടാവില്ല എന്ന് വെച്ച് പോയപ്പോ ഒരാള് വിരിഞ്ഞ് കുതിർന്ന് നിൽക്കുന്നു. രാത്രി വിരിയുന്ന ഇവന് പകലായിപ്പോ ഉറങ്ങാറായില്ലേ എന്ന് ആലോചിച്ചപ്പോഴാട്ടാ മനസ്സിലായത് വെയിലുദിക്കാത്ത കാരണം ഉച്ചയായത് മൂപ്പരാൾ അറിഞ്ഞിട്ട്. ഈ കാണുന്നതൊക്കെ നമ്മൾ പുതുതായി നട്ടുള്ള അമ്പൽച്ചെടികളാട്ടാ. ഇതിൽ കാണുന്ന ഈ ഒരു വെള്ളി ഉണ്ടല്ലോ, ഇവനും രാത്രി വിരിയാറുള്ളൂ കേട്ടാ. രാവിലെ എണീറ്റ് വീടിന് പുറത്തിറങ്ങുമ്പോൾ നിറച്ച് പൂക്കൾ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാട്ടാ ഇതൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ പറമ്പിലേക്ക് ഇറങ്ങിയതും തേക്കെടുക്കണ് ഒരു അണലിക്കുഞ്ഞ്, അല്ല നീർക്കോലി. എന്നെ കണ്ടതും അവരുടെ സ്ഥിരം ഏർപ്പാട് തുടങ്ങിയിട്ടാ ഓട്ടം തന്നെ. എന്നാലും ഞാൻ വിടില്ല, നേരെ അവന്റെ പിന്നാലെ പിടിച്ചിട്ട് എല്ലാ ഷീറ്റും പൊക്കി നോക്കി ലാസ്റ്റ് അവനെ പിടിച്ചു. കണ്ടില്ലേ ആ ഒരു കുഞ്ഞി, നമ്മുടെ നീർക്കോലി കുഞ്ഞ്. ഈ കാണുന്ന കുഞ്ഞി ചാല് കണ്ട നമ്മുടെ ഫാമിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഈ ഒരു ചാലി കൂടെ ആ പാടത്തേക്ക് പോണത്. കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കൂടെ ആ പാടത്തുനിന്ന് കുറെ കുഞ്ഞു ഞണ്ടുകളും ബ്രാലും കുട്ടികളൊക്കെ ചാടി നമ്മുടെ ഫാമിലേക്ക് കയറി. അങ്ങനെ നടക്കിയതേ നമ്മുടെ ക്രാഫിഷിനെ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുള്ള ടാങ്കിൽ ഒരാൾ ഡെഡ് ആയിരിക്കുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ ഇതിനൊരു വയ്യായ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ആൾ ഡെഡ് ആവും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഡെഡ് ആയി കഴിഞ്ഞാൽ വേറെ നിവൃത്തിയൊന്നുമില്ല, സ്ഥിരം ഏർപ്പാട് തന്നെ. ഇവന്മാർക്ക് എത്ര ഫീഡ് ചെയ്താലും ചില സമയത്ത് ഒരു വെട്ടല് പേടിച്ചു പോകും. ഈ കാണുന്നത് നമ്മുടെ പുതുതായി വന്നിട്ടുള്ള വിഡോ ഫിഷിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട്. വെറും 10 രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചിട്ട് ആരും കൊറിയർ അയച്ചു തരാൻ പറയുന്നത്. ഇത്രയും ചീപ്പ് ഫിഷുകൾ നമ്മൾ കൊറിയർ അങ്ങനെ ചെയ്യാറില്ല. ഇത് നമ്മുടെ ഒരു ആൽബിനോ പാക്കമാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. ആളുടെ പല്ല് നോക്കിയേ, ഭയങ്കര പരന്നിട്ടുള്ള ചെറിയ പല്ലുകളാണ് കേട്ടോ ആളുടെ. ഈ ഒരു പോണ്ടിൽ മൊത്തം കോയി ഫിഷുകളാണ് കേട്ടോ. വെറുതെ കിടന്നിറക്കണപ്പോൾ ചുമ്മാ വലിയിട്ട് കോരി പിടിച്ചതാണ്, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, ഇവന്മാരുടെ ഈ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ ഇടയ്ക്കൊന്ന് പിടിച്ചു നോക്കാൻ തോന്നും. പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പാലത്തുമ്പോൾ കൂടെ ഉള്ള ഒരു നടത്തം അത് മസ്റ്റാണ്. അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ കക്കേനെ ഇട്ടിരുന്ന ഒരു ടാങ്കിലേക്കാട്ടോ. ഓർമ്മയുണ്ടോ നമ്മുടെ കുഞ്ഞി കക്കകൾ നമ്മൾ ഇതിൽ ഒരുപാട് ഇട്ടിരുന്നത്. അപ്പോൾ ഞാനൊന്നുകൂടി തപ്പി നോക്കിയപ്പോൾ ഇപ്പോഴും നമ്മുടെ കക്കകളൊക്കെ ജീവനോടെ ഉണ്ട് കേട്ടാ. ഇവര് പെറ്റ് പെരുകുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് നോക്കി വെക്കാം. ഇത് കണ്ടില്ലേ, വേറൊരു പായല് നമ്മുടെ ടാങ്കിൽ വന്ന് മൊത്തം നിറഞ്ഞിരിക്കട്ടോ. ഇതിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ അടിയിലുള്ള വേറെ പായലുകളൊക്കെ ചീഞ്ഞു പോകും. അത് കാരണം ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ മീനുകൾക്ക് ഇത് കഴിക്കാൻ കൊടുക്കും. അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ പുതിയ വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ.